ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 242. പൗലോസ് ഫിലിപ്പിയരെ ബലപ്പെടുത്തുകയാണ്. എനിക്ക് ഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ആരംഭിക്കുന്നത് തന്നെ. താൻ ജയിലിൽ കിടക്കുന്നു എന്നതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് തടസ്സം നേരിട്ടു എന്ന് ഫിലിപ്പിയർ കരുതിയിട്ടുണ്ട്. എന്നാൽ അത് സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് എന്ന് പൗലോസ് അവരെ ധൈര്യപ്പെടുത്തുന്നു. പൗലോസിൻ്റെ ബന്ധനം തൻ്റെ എഴുത്തിനെയും ശുശ്രൂഷയും ബാധിക്കുന്നില്ല. അതെ, ദൈവവചനത്തിനോ ബന്ധനമില്ല എന്ന് 2 തിമോത്തി 2:9 പൗലോസ് പറഞ്ഞിരിക്കുന്നത് കൂടി നോക്കുക. മാത്രമല്ല, എഫേസ്യർ 3:1, 6:19, 20 വാക്യങ്ങളിൽ ക്രിസ്തു നിമിത്തമുള്ള ബന്ധനത്തിൽ പൗലോസ് സന്തോഷിക്കുന്നതായും കാണുന്നു. അത് മുഖാന്തരം നമുക്ക് അതിവിശിഷ്ടവും ഗഹനവുമായ 4 ലേഖനങ്ങളാണ് ലഭിക്കുവാൻ കാരണമായി തീർന്നത്. പൗലോസിൻ്റെ കാരാഗ്രഹവാസം എല്ലാ നിലയിലും നന്മയ്ക്ക് കാരണമായി എന്നുള്ളത് 2 കൊരിന്ത്യർ 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ 4 മുതൽ 10 വാക്യങ്ങളിൽ കാണാവുന്നതുമാണ്. മാത്രമല്ല, തൻ്റെ കാരാഗ്രഹവാസത്തിനിടയിൽ തൻ്റെ കൈമേൽ ചങ്ങലയിട്ട് മറ്റൊരു പട്ടാളക്കാരൻ്റെ മേൽ അവൻ്റെ കൈമേലും ചങ്ങലയിട്ട് ചേർത്ത് നിർത്തിയിരിക്കുന്ന അകമ്പടി പട്ടാളക്കാരെക്കുറിച്ചും പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. അകമ്പടി പട്ടാളത്തിലൊക്കെയും തൻ്റെ ബന്ധനം ക്രിസ്തുവിനോടുള്ള സ്നേഹനിമിത്തമാണെന്ന് അറിയുവാൻ ഇടയായി എന്നാണ് പൗലോസ് പറയുന്നത്. അഗസ്തോസ് കൈസറിൻ്റെ കാലത്ത് താൻ ഉണ്ടാക്കിയ 10,000 പേരടങ്ങിയ സ്പെഷ്യൽ കാവൽ സൈന്യത്തെയാണ് അകമ്പടി പട്ടാളം എന്ന് പറഞ്ഞിരിക്കുന്നത്. തിബരിയസ് ചക്രവർത്തി ഇവരെ റോമിലെ പ്രത്യേക ക്യാമ്പുകളിൽ സംരക്ഷിച്ചു. ഇവർക്ക് സൈന്യത്തിൽ പ്രത്യേക അവകാശങ്ങളുമുണ്ടായിരുന്നു. 12 വർഷത്തിലധികം സേവനം കഴിഞ്ഞാൽ അവർക്ക് റോമാ പൗരത്വം, പെൻഷനും രഹസ്യ അംഗരക്ഷാ പദവിയും, റോമാ പൗരത്വം മാത്രമല്ല, രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രത്യേക അവകാശ അംഗത്വവും ലഭിച്ചിരുന്നു. ഇവരാണ് പൗലോസിന് മാറി മാറി കാവൽ നിന്നത്. ഇങ്ങനെ തവണ മാറി വന്നിരുന്നവർ പൗലോസ് ലേഖനം പറഞ്ഞു കൊടുക്കുന്നതും തൻ്റെ സാക്ഷ്യം കേട്ട് മിക്ക പേരും മാനസാന്തരപ്പെട്ടിരിക്കുവാനും സാധ്യതയുണ്ട്. കാരണം പൗലോസ് താൻ തന്നെ ഒരു വലിയ പ്രസംഗമായി മാറിയിരുന്നു. ക്രിസ്തീയത്വത്തിന് റോമിൽ പിന്നീട് വലിയ സ്വാധീനമുണ്ടായി. ഇങ്ങനെ വരുവാൻ പൗലോസിൻ്റെ ഈ ജയിൽവാസം വലിയൊരളവ് വരെ കാരണമായും തീർന്നു. മാത്രമല്ല, ഈ ലേഖനത്തിൽ ശക്തമായ ഒരു വാക്ക് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവില്ലാത്ത ജീവിതമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതാനുഭവങ്ങളുടെ ആകത്തുക ക്രിസ്തുവാണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക, ക്രിസ്തുവിന് മാതൃകയായിരിക്കുക, അവനെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുക എന്നതാണ് പൗലോസിൻ്റെ ജീവിത ലക്ഷ്യം. ഒരു കച്ചവടക്കാരൻ്റെ ലക്ഷ്യം ധനത്തിന് വേണ്ടിയാണ്. ഒരു പടയാളിക്ക് കീർത്തിക്കും വിജയത്തിനും വേണ്ടിയാണ്. ഒരു രാജാവിന് സുന്ദര സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയാണ്. എന്നാൽ പൗലോസ് ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. എനിക്ക് ജീവൻ ക്രിസ്തുവത്രേ എന്ന പ്രയോഗം പൗലോസിന് അവകാശപ്പെട്ടത് മാത്രമാണ്. കപ്പൽ ഛേദത്തിൻ്റെ നേരത്ത് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം എന്ന് പൗലോസ് പറഞ്ഞു. പലപ്പോഴും കർത്താവ് പൗലോസിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിനെ മാറ്റിയാൽ ശേഷം 0 മാത്രമായിരുന്നു. പൗലോസിൻ്റെ ഈ മനോഭാവം ആയിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി കത്തിച്ചൊലിക്കുവാൻ ധൈര്യം നൽകി. മരിക്കുന്നത് ലാഭമാകുന്നു എന്നും പൗലോസ് പറയുന്നതിൻ്റെ കാരണം ശ്രദ്ധിക്കുക. സാധാരണ നിലയിൽ ഒരുവൻ്റെ സർവ്വവും നഷ്ടപ്പെടുന്ന അനുഭവമാണ് മരണം. എന്നാൽ മരിക്കുമ്പോൾ താൻ ക്രിസ്തുവിനോട് ചേരുന്നതുകൊണ്ട്, അഥവാ താൻ എന്തിനു വേണ്ടി ജീവിച്ചുവോ ആ ലക്ഷ്യം നിറവേറുന്ന അനർഘ നിമിഷമായി കണക്കാക്കുന്നതുകൊണ്ട് അത് പൗലോസിന് ലാഭമാണ്. വെളിപ്പാട് 14:13 ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് നാം അംഗീകരിക്കുമ്പോൾ അതെ, മരണം ഭാഗ്യവും ലാഭക്കച്ചവടവുമായി മാറുന്നു എന്നുള്ളതാണ്. തീർന്നില്ല. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ എന്നൊരു പദം, അതെ, ഇട്ടിരുന്ന നങ്കൂരമെടുത്ത് കപ്പൽ യാത്ര തുടരുന്നതിന് മുമ്പുള്ള ഒരു വാക്കാണ് വിട്ടുപിരിയുക എന്നതിന് മൂലഭാഷയിൽ കൊടുത്തിട്ടുള്ളത്. 2 തിമോത്തി 4:6 നിര്യാണം എന്നതിനും ഇതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിട്ടുപിരിഞ്ഞാൽ കുട്ടി നരകത്തിലാണ് ആത്മാക്കൾ എന്ന് ചിലർ വിശ്വസിക്കുന്നു. പുനർജന്മം പ്രാപിക്കുകയാണെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. ബ്രഹ്മത്തിലേക്കാണെന്ന് വേറെ ചിലർ കരുതുന്നു. എന്നാൽ സന്തോഷമോ സന്താപമോ അനുഭവിപ്പാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ് ബൈബിൾ നമുക്ക് നൽകുന്ന പാഠം. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.